യഥോ ധർമ്മ തഥോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന ആത്മീയ ജ്ഞാന പരമ്പരയിൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തിയ അത് ഭീഷ്മർ തൻ്റെ അനുജനായ വിചിത്രവീര്യന് വേണ്ടി കാശി രാജ്യത്തിലെ 3 കന്യകമാരെ, അതായത് അംബ, അംബിക, അംബാലികമാരെ സ്വയംവര പന്തലിൽ പോയി അവിടെ നിന്ന് മറ്റ് രാജകുമാരന്മാരാൽ പരിഹസിക്കപ്പെട്ട ഭീഷ്മൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ആ രാജകുമാരന്മാരെയൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് 3 കന്യകമാരെയും ഹസ്തിനപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും, ആ ഹസ്തിനപുരിയിൽ കൊണ്ടുവന്ന സമയത്ത് 3-ൽ മൂത്തവളായ അംബ താൻ ശാല രാജ്യത്തിലെ രാജകുമാരനുമായി മാനസികമായി മനസ്സുകൊണ്ട് വേളി കഴിച്ചവരാണെന്നും ധർമ്മിഷ്ഠനായ അങ്ങ് എന്നെ അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ അനുവദിക്കണമെന്നും അപേക്ഷിക്കുകയും അതുപ്രകാരം ഭീഷ്മൻ ശാല രാജ്യത്തേക്ക് അംബയെ പറഞ്ഞയക്കുന്നതും, ശാല രാജാവ് അംബയെ സ്വീകരിക്കാതെ അവൾ തിരിച്ചു വരുന്നതും, അംബികയെയും അംബാലികയെയും ഭീഷ്മൻ തൻ്റെ അനുജനായ ചിത്രാംഗതനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതുമായ ഭാഗങ്ങളാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. ശേഷം അംബ ഭീഷ്മരെ ശപിക്കുന്നതും, പെണ്ണായി പിറന്നതിനാൽ ഭീഷ്മരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ഇപ്പം കഴിയാത്തതിനാൽ എത്ര ജന്മമെടുത്താലും അംബയുടെ കാരണത്താൽ തന്നെ ഭീഷ്മർക്ക് അന്ത്യമുണ്ടാകും എന്ന് ശപിക്കുകയും ചെയ്യുന്ന ഭാഗം ഞാൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തി. ഇനി വളരെ അശ്വിനി ദേവന്മാരെ പോലെ സുന്ദരനായിരുന്ന വിചിത്രവീരൻ എന്നെ ഭർത്താവായി ലഭിച്ചതിൽ വളരെ സന്തുഷ്ടിയായിരുന്ന അംബികയും അംബാലികയും വളരെ സന്തോഷവതികളായി വിചിത്രവീരനോടൊപ്പം വർഷങ്ങൾ ഇങ്ങനെ സന്തോഷമായി ജീവിച്ചു പോവുകയും 7 വർഷങ്ങൾ സന്തുഷ്ടരായി ഒരുമിച്ച് ജീവിച്ചിട്ടും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കുകയും, എന്നാൽ 7 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചിത്രാംഗതൻ ക്ഷയരോഗിയായി തീരുകയും ചെയ്തു. അറിയപ്പെടുന്ന സർവ രാജ്യങ്ങളിലുള്ള ഭിഷഗ്വരന്മാരെയും വരുത്തി ചികിത്സകൾ പലവിധത്തിൽ നടത്തിയിട്ടും പ്രയോജനമുണ്ടാവാതെ വിചിത്രവീര്യൻ മരണമടയുകയാണ് ഉണ്ടായത്. വിചിത്രവീരൻ്റെ മരണത്തോടു കൂടി രാജാവില്ലാതെയും പരമ്പരകളില്ലാതെയും അനാഥമായ ഹസ്തിനപുരിയെ എങ്ങനെയും സംരക്ഷിക്കാൻ, ഇനി എങ്ങനെയാണ് സംരക്ഷിക്കും എന്ന് ഓർത്ത് ദുഃഖിക്കുകയായിരുന്ന ഭീഷ്മനെ അതിനേക്കാൾ ദുഃഖിതയായിരുന്ന സത്യവതി ഒരു നാൾ തൻ്റെ അടുത്തേക്ക് ആളയച്ച് വിളിച്ചു വരുത്തുകയും സത്യവതിയുടെ അടുത്തെത്തിയ ഭീഷ്മനോട് സത്യവതി ഇപ്രകാരം ആവശ്യപ്പെടുകയും ചെയ്തു. അലയോ ഭീഷ്മ, പിതാവിനാൽ ഒരു കാലത്ത് യുവരാജാവായി അഭിഷേകം നടത്തപ്പെട്ട ഭീഷ്മൻ ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശിയാണ്. അതിനെ സത്യപ്രതിജ്ഞ ചെയ്ത് എൻ്റെ പുത്രന്മാർക്ക് വേണ്ടി രാജ്യം ത്യജിച്ചവനാണ് നീ. എന്നാൽ നീ സത്യപ്രതിജ്ഞയിലൂടെ പൂർണ്ണമായും എൻ്റെ പുത്രന്മാരെ ഓരോരുത്തരെയും രാജാവാക്കി അഭിഷേകം നടത്തുകയും അവർ 2 പേരും അകാലത്തിൽ മരണമടഞ്ഞ് ഞാനിന്ന് പുത്രനില്ലാതെ, ഞാൻ പ്രസവിക്കാത്ത നീ മാത്രം പുത്രനായി നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ നിന്നോടൊരു അപേക്ഷ നടത്തുന്നു. നീ എന്തുകൊണ്ടും ഈ രാജ്യത്തെ ഇനി അനാഥമാക്കാൻ അനുവദിക്കരുത്. ഈ രാജ്യത്തെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നെക്കാൾ കർത്തവ്യം കൂടിയവനാണ് നീ. ആയതിനാൽ ആ സത്യപ്രതിജ്ഞ നീ തൽക്കാലം മറന്ന്, ഇതുവരെ സത്യപ്രതിജ്ഞ പാലിച്ചത് അത്രയും മതി. ഇനി നിൻ്റെ അനുജന് വേണ്ടി നീ തന്നെ കാശി രാജ്യത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന അംബികയും അംബാലികയും യുവതികളായി ഈ കൊട്ടാരത്തിൽ തന്നെ തുടരുകയാണ്. അവരിൽ
നീ തന്നെ പുത്രന്മാരെ ജനിപ്പിച്ച് ഹസ്തിനപുരി അനാഥമാക്കാതെ സംരക്ഷിക്കണം എന്ന് സത്യവതി ഭീഷ്മനോട് അപേക്ഷിച്ചു. എന്നാൽ ഭീഷ്മൻ ഇപ്രകാരം തിരിച്ചു പറഞ്ഞു, മാതേ, ഒരു കാരണവശാലും നടക്കുന്നതല്ല. എൻ്റെ സത്യപ്രതിജ്ഞയിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുന്ന പ്രശ്നമേയില്ല. ഈ ഭൂമി അതിൻ്റെ ഗന്ധം ഉപേക്ഷിച്ചാലും, ജലം അതിൻ്റെ രസം ഉപേക്ഷിച്ചാലും, സൂര്യൻ അതിൻ്റെ പ്രഭ വേണ്ടെന്ന് വെച്ചാലും, അഗ്നി അതിൻ്റെ ചൂട് ഉപേക്ഷിച്ചാലും ഞാൻ എൻ്റെ സത്യപ്രതിജ്ഞ ഉപേക്ഷിക്കുന്നതല്ല. അതിനാൽ മാതാ, ഈ വിധത്തിലൊരു അപേക്ഷ എന്നോട് നടത്താൻ പാടില്ല. നമുക്ക് മറ്റ് പരിഹാരങ്ങൾ കണ്ടെത്താം. വീണ്ടും സത്യവതി പറഞ്ഞു, പ്രിയപുത്ര, ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എന്നോളം പ്രായമുണ്ടെങ്കിലും ഞാൻ നിന്നെ പുത്രനായി തന്നെ, എൻ്റെ മൂത്ത പുത്രനായി തന്നെ കാണുന്നു. ഞാൻ നിന്നോട് വീണ്ടും അപേക്ഷിക്കുന്നു. നീ സത്യമുള്ളവനാണ്, ധർമ്മമുള്ളവനാണ്, നീതിയുള്ളവനാണ്. പക്ഷേ നീ നടത്തിയ സത്യപ്രതിജ്ഞ എൻ്റെ പിതാവിൻ്റെ ആഗ്രഹപ്രകാരമാണ്. ആ പിതാവ് ഇന്ന് ജീവിച്ചിരിപ്പില്ല. നിൻ്റെ പിതാവിന് വേണ്ടിയാണ് ആ സത്യപ്രതിജ്ഞ നടത്തി. ആ പിതാവ് ഇന്ന് ജീവിച്ചിരിക്കില്ല. നീ ആ സത്യപ്രതിജ്ഞ പ്രകാരം എൻ്റെ 2 പുത്രന്മാരെയും രാജാവായി അഭിഷേകം നടത്തിയവനുമാണ്. അവരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് നീ സത്യപ്രതിജ്ഞ ചെയ്ത് ഈ വിധത്തിൽ സത്യവാനായി തന്നെ ജീവിക്കുന്നുവെങ്കിലും ഇന്ന് അതിനേക്കാൾ പ്രത്യേകമായ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിന്ന് നിലനിൽക്കുകയാണ്. ഈ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്നെക്കാൾ കൂടുതൽ നിനക്കാണ്. ആയതിനാൽ നിൻ്റെ സത്യപ്രതിജ്ഞ ഇനി നീ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല. അത് മറന്നുകൊണ്ട് നീ ഈ രാജ്യത്തെ സംരക്ഷിച്ച് ഈ രാജ്യത്തിന് സന്തതി പരമ്പരകൾ ഉണ്ടാക്കിയേ തീരൂ എന്ന് സത്യവതി വീണ്ടും ഭീഷ്മനോട് അപേക്ഷിക്കുകയും വീണ്ടും ഇല്ല മാതേ, അത് നടക്കുന്നതല്ല. എന്നാൽ നമുക്ക് മറ്റ് മാർഗങ്ങൾ കണ്ടെത്താം. ഈ മറ്റ് മാർഗങ്ങൾ എന്ന് ഭീഷ്മൻ സത്യവതിയോട് പറയുന്നത് കേട്ടപ്പോൾ അതെന്താണെന്നറിയാനുള്ള ജിജ്ഞാസയോടുകൂടി ഇരിക്കുന്ന സത്യവതിയോട് ഭീഷ്മൻ ഇപ്രകാരം പറഞ്ഞു, മാതയ്ക്കറിയാമോ, നമ്മുടെ പൂർവികർ യുഗങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ ഭാരതദേശത്ത് 27 തവണ ഇങ്ങനെ സഞ്ചരിച്ച് സർവ്വനാട്ടുരാജ്യങ്ങളിലെയും ക്ഷത്രിയ രാജാക്കന്മാരെ നിഗ്രഹിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഭാരതദേശത്തുള്ള പല രാജ്യങ്ങളിലും രാജകുമാരന്മാർ പുത്രന്മാർ ലഭിക്കുന്നതിന് മുമ്പാണ് മരണപ്പെട്ടത്. അങ്ങനെ പല രാജ്യത്തിൽ രാജകുമാരന്മാർക്ക് പുത്രന്മാരില്ലായിരിക്കുകയും പുനരവകാശികളില്ലായിരിക്കുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ആ രാജ്യത്തിലെ രാജകുമാരിമാരെ പല പ്രഗത്ഭരായ വിപ്രന്മാരെയും വരുത്തി താൽക്കാലിക വേളി കഴിപ്പിച്ച് പുത്രന്മാരെ ജനിപ്പിച്ച് രാജ്യത്തിൻ്റെ ഭാവി നിലനിർത്തിയ ചരിത്രം നമുക്ക് പൂർവികരാലുണ്ട്. മാത്രവുമല്ല, നമ്മുടെ രാജാക്കന്മാർക്ക് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാവുന്നതാണ് എന്ന് മാതാക്കറിയാമല്ലോ. ഒന്നിലധികം എന്ന് വേണ്ട അനേകം വിവാഹങ്ങൾ കഴിച്ചിട്ടും പുത്രന്മാർ ലഭിക്കാതിരുന്ന അനേകം രാജാക്കന്മാർ, സന്തതി പരമ്പരകളെ നിലനിർത്തി രാജപരമ്പര നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ള രാജാക്കന്മാർ ശ്രേഷ്ഠനായ ഋഷിമാരെയും ശ്രേഷ്ഠജ്ഞാനികളെയും വരുത്തി പുത്രന്മാർ സൃഷ്ടിച്ചതായി അനേകം സംഭവങ്ങൾ നമ്മളെ പൂർവികരാൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജനിച്ചിട്ടുള്ള അനേകം പുത്രന്മാർ അതിശ്രേഷ്ഠന്മാരായിരിക്കുകയും വളരെ വില്ലാളി വീരന്മാരായിരിക്കുകയും ധർമ്മിഷ്ഠന്മാരായിരിക്കുകയും ജ്ഞാനികളായിരിക്കുകയും ചെയ്ത ചരിത്രവും നമുക്ക് നിലവിലുണ്ട്. ആയതിനാൽ നമുക്ക് അങ്ങനെ ഒരു വഴിയെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാതെ എന്ന് ചോദിക്കുകയും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യവതി തൻ്റെ തന്നെ പൂർവ്വകാലം ഓർമ്മിക്കുകയും ഋഷിവര്യന്മാരെ വരുത്തി പുത്രന്മാരുണ്ടാക്കിയ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തനിക്ക് കൗമാരത്തിൽ യൗവനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരാശരം മുനിയിൽ നിന്ന് കടത്ത് സമയത്ത് ഒരു പുത്രൻ ജനിച്ചതും അപ്പോൾ തന്നെ വളർന്ന് കൃഷ്ണദൈവായനൻ എന്ന പേര് നൽകി അവൻ അവിടെ നിന്ന് പോയതും അവൻ വ്യാസനായി മാറിയതും ഏത് സന്ദർഭത്തിൽ മാതാവിന് എന്നെ കാണണമെന്ന് തോന്നിയാലും എന്നെ മനസ്സിലോർത്താൽ മതി, ഞാൻ അപ്പോൾ അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്ന് അന്ന് പറഞ്ഞിട്ട് പോയ കാര്യവും സത്യവതി ഓർക്കുകയും ഈ വിവരം ഇതുവരെ ആരോടും പറയാതിരുന്ന ആ വിവരം ഭീഷ്മനോട് സത്യവതി സംസാരിക്കുകയും ചെയ്തു. വളരെ കുണ്ഠിത്തത്തോടും വ്യസനത്തോടു കൂടിയും സങ്കോചത്തോടു കൂടിയുമാണെങ്കിലും ആ സംഭവം ഭീഷ്മനെ അറിയിച്ചു. ഇത് കേട്ട് കഴിഞ്ഞ ഭീഷ്മൻ
വ്യാസൻ എന്ന പേര് കേട്ടപ്പോൾ മാതേ, വ്യാസൻ ത്രികാലജ്ഞാനിയാണല്ലോ, വളരെ ശ്രേഷ്ഠനാണല്ലോ, ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ജ്ഞാനികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. അദ്ദേഹം ഋഷി മാത്രമല്ല, മഹാകവിയുമാണ്. അനേകം കാവ്യങ്ങൾ രചിക്കുകയും എന്തിനേറെ നമ്മുടെ വേദങ്ങളെ തന്നെ ചിട്ടയായി 4 പകുത്ത് 4 വേദങ്ങളാക്കുകയും ഉപനിഷത്തുകളെ മൊത്തവും തരംതിരിച്ച് പൊതുജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പകർത്തുകയും ചെയ്ത അതിശ്രേഷ്ഠനായ ജ്ഞാനിയാണ് വ്യാസൻ. അദ്ദേഹം മാതയുടെ പുത്രനോ? എങ്കിൽ മാത ഒന്നുകൊണ്ടും ആലോചിക്കേണ്ട, അദ്ദേഹത്തോട് ആലോചിച്ച് ഉചിതമായത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊള്ളുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യവതിക്ക് സ്വപുത്രനെ വരുത്തണം എന്ന് തോന്നുകയും തൻ്റെ കൊട്ടാരത്തിലെ അറയിലേക്ക് തിരിച്ചു പോവുകയും അവിടെ നിന്ന് അന്ന് പ്രസവിച്ചപ്പോൾ തന്നെ വളർന്ന് മാതയിൽ നിന്ന് യാത്ര പറഞ്ഞു പോയ പുത്രനെ ഇന്ന് വരെയും കണ്ടിട്ടില്ല. അതിനുശേഷം താൻ മറ്റൊരു വിവാഹം കഴിച്ചെങ്കിലും 2 പുത്രന്മാരുണ്ടായെങ്കിലും 2 പേരും നഷ്ടപ്പെട്ടിരിക്കുന്നു. തനിക്ക് നിലവിലുള്ള ആ പുത്രനെ ഇപ്പോൾ ഒന്ന് കാണണം എന്നാഗ്രഹിക്കുകയും പുത്രനെ മനസ്സിൽ വിചാരിച്ച സമയത്ത് വ്യാസൻ പകുത്തെഴുതിയ വേദങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തൻ്റെ മാതാവ് തന്നെ ഓർക്കുകയാണെന്നും തൻ്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണെന്നും മനസ്സിലാക്കി തൽക്ഷണം തന്നെ മാതയുടെ മുൻപിൽ പ്രത്യക്ഷനായി. പ്രസവിച്ച അന്ന് തന്നെ നഷ്ടപ്പെട്ട പുത്രൻ കാഴ്ചയിൽ താൻ യുവതിയായിരിക്കുന്നുവെങ്കിലും പുത്രൻ കണ്ടാൽ വൃദ്ധനാണ് എന്ന് തോന്നുന്ന ഋഷിയായിരിക്കുന്നുവെങ്കിലും പുത്രനെ കണ്ടപ്പോൾ കൊച്ചു ബാലനെപ്പോലെ തോന്നുകയും അവൻ്റെ മൂർധാവിൽ ചുംബിക്കുകയും ചെയ്തിട്ട്, ഏ പുത്ര, ഞാൻ വളരെ വ്യസനത്തിലും വളരെ ദുർഘടമായ ഒരു സാഹചര്യത്തിലും കൂടെ കടന്നു പോവുകയാണ്. ത്രികാലജ്ഞാനിയായ നിനക്ക് ഞാൻ ആ കാര്യങ്ങളൊന്നും വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല, എല്ലാം നീ അറിഞ്ഞിരിക്കും. ഇപ്പോൾ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതിനെക്കുറിച്ചും നിനക്ക് തന്നെ മനസ്സിലായിരിക്കും. എങ്കിലും ഞാൻ നിന്നെ അറിയിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്നതിനാൽ ഞാൻ നിന്നോട് പറയാം. ഹസ്തിനപുരി രാജ്യം അനാഥമാകാൻ പോവുകയാണ്. എൻ്റെ പുത്രന്മാർ 2 പേരും മരിച്ചു. 2ാമത്തെ പുത്രന് ഭീഷ്മൻ തന്നെ വിവാഹം കഴിച്ചു കൊടുത്ത അംബികയും അംബാലികയും യുവതികളായി ഈ കൊട്ടാരത്തിൽ തന്നെ ഇന്നും വസിക്കുകയാണ്. ഏത് വിധേനയും അവർക്ക് പുത്രന്മാരുണ്ടായി ഈ കൊട്ടാരത്തിൽ ഈ രാജ്യത്തിന് പുനരവകാശികളുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശി, ആദ്യത്തെ അവകാശിയായ ഭീഷ്മൻ ശപഥത്തിൽ പ്രതിജ്ഞയെടുത്ത് മാറി നിൽക്കുകയാണ്. ഒരു കാരണവശാലും ശപഥത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അവൻ തയ്യാറല്ല. എങ്കിലും അംബികയ്ക്കും അംബാലികയ്ക്കും പുത്രന്മാരുണ്ടായാൽ അവൻ പിതാവിനെപ്പോലെ വളർത്തിക്കൊള്ളും. എൻ്റെ ഇംഗിതത്തിന് എൻ്റെ ആജ്ഞയാണെന്ന് കണക്കാക്കി നീ അവരിൽ മൂത്തവളായ അംബികയിൽ ഒരു ഉണ്ണിയെ ജനിപ്പിക്കുക. ഈ ഹസ്തിനപുരിക്ക് അവകാശികളുണ്ടാക്കുക. അവൾ നിൻ്റെ അനുജൻ്റെ ഭാര്യയാണ്. ഹസ്തിനപുരിക്ക് അവകാശികൾ ഉണ്ടാക്കേണ്ടത് നിൻ്റെയും കൂടെ ധർമ്മമാണ്. എൻ്റെ മൂത്ത പുത്രനാണ് നീ എന്ന് സത്യവതി വ്യാസനോട്, അതായത് കൃഷ്ണദേവായനോട് പറയുകയും മാതയുടെ ഉദ്ദേശം എന്താണെന്നും ഇതൊക്കെ ഞാൻ നിർവഹിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നുവെന്നും മാതയോട് പറയുകയും, എന്നാൽ ഞാൻ മാതയോട് ഒരു നിർദ്ദേശം വയ്ക്കുന്നു. എന്തെന്നാൽ എന്നിൽ നിന്ന് അംബികയ്ക്ക് ഒരു ഉണ്ണി ജനിക്കണമെങ്കിൽ അവൾ 1 വർഷം വ്രതമാചരിക്കേണ്ടതാണ് എന്ന് പറയുകയും, എന്നാൽ അത് കേട്ടുകഴിഞ്ഞ മാതാവ്, അതായത് സത്യവതി, ഇല്ല മകനെ, അത് ഒരു കാരണവശാലും നടക്കില്ല. എത്രയും പെട്ടെന്ന് ഈ ഹസ്തിനപുരിക്ക് പുനരവകാശികൾ ഉണ്ടായേ തീരൂ. 1 വർഷം കാത്തിരിക്കുന്ന വിഷയമില്ല. 1 മാസം പോലും കാത്തിരിക്കാൻ കഴിയില്ല. നീ അങ്ങനെ ഒരു വ്യവസ്ഥ വയ്ക്കരുത്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരമുണ്ടാക്കി തന്നേ തീരൂ എന്ന് കൃഷ്ണദ്വൈപായനോട് പറയുകയും
അത് കേട്ടുകഴിഞ്ഞ വ്യാസൻ മാതയോട്, അങ്ങനെയെങ്കിൽ മാതേ, ഇന്ന് തന്നെ അവൾ എന്നെ പ്രതീക്ഷിച്ചു കൊള്ളാൻ പറയുക എന്ന് പറയുകയും അതിനുശേഷം ഇതും, പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ ഉണർത്തിക്കാം, ഈ സമയത്ത് ആ സമയത്ത് എന്നിലെ വൈരൂപ്യത്തെ സ്വീകരിക്കാൻ അവൾ തയ്യാറായിരിക്കണം. അത് തന്നെ ഒരു വ്രതമായിരിക്കും എന്ന് പറയുകയും, അതൊന്നും കുഴപ്പമില്ല, ഞാനെല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ് എന്ന് വ്യാസനോട് സത്യവതി പറയുകയും, ഇത് കേട്ടുകഴിഞ്ഞ് ശരി, എന്നാൽ ഇന്ന് തന്നെ അംബിക എന്നെ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇത് കേട്ട സത്യവതി അംബികയെ വിളിച്ച്, ഹേ പുത്രി, ഈ നടന്ന സംഭവ വികാസങ്ങളും വ്യാസനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം അംബികയെ ബോധ്യമാക്കുകയും, ഇത് കേട്ടുകഴിഞ്ഞ അംബിക, മാതേ, ഞാൻ പതിവ്രതയാണെന്നും ഭർത്താവ് നഷ്ടപ്പെട്ട ഞാൻ ഇനി ഒരു കാരണവശാലും പരപുരുഷനുമായി ബന്ധപ്പെടുന്നതല്ലെന്നും അറിയിക്കുകയും, എന്നാൽ ഈ രാജ്യത്തിൻ്റെ അനാഥാവസ്ഥയെക്കുറിച്ചും ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് നിൻ്റെയും കൂടെ കർത്തവ്യമാണെന്നതിനെക്കുറിച്ചും സത്യവതി വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് മാറിക്കളയാൻ തനിക്ക് കഴിയില്ല എന്ന് ബോധ്യമായ അംബിക അത് അംഗീകരിക്കുകയും അന്ന് തന്നെ രാത്രിയിൽ സ്വന്തം മണിയറയിൽ വളരെ ശ്രേഷ്ഠമായി ഒരുങ്ങി അങ്ങനെ വ്യാസനെയും പ്രതീക്ഷിച്ചിരുന്നു. പ്രിയ സജ്ജനങ്ങളെ, ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുന്നു. അടുത്ത ഭാഗങ്ങളിൽ സംഭവ ബഹുലമായ മറ്റ് സംഭവങ്ങളും മഹാഭാരത കഥയും തുടരാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.